ഒരു കാലത്ത് മലയാളത്തിന്റെ മേർലിൻ മൺറോ എന്നറിയപ്പെട്ടിരുന്ന നടി, തന്റെ മാദകത്വം നിറഞ്ഞ അഭിനയം കൊണ്ട് വെള്ളിത്തിരയെ വിസ്മയിപ്പിച്ച അഭിനേത്രി, സിനിമയിൽ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴായിരുന്നു ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്റെ 21ാമത്തെ വയസ്സിൽ വിജയശ്രീ ആത്മഹത്യ ചെയ്തത്. മലയാള സിനിമാ ലോകത്തെ ഒന്നടങ്കം നടുക്കിയ മരണമായിരുന്നു അത്. 50 വർഷങ്ങൾ പിന്നിട്ടിട്ടും നടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച കാര്യങ്ങൾ ഇന്നും ദുരൂഹമായി തന്നെ തുടരുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സിനിമാ മേഖലയിൽ സ്ത്രീകളടക്കമുള്ള പലരും നേരിടുന്ന ചൂഷണങ്ങൾ പുറത്തു വരുമ്പോൾ വിജയശ്രീയുടെ കഥയും നമുക്ക് ചേർത്ത് വായിക്കാം. 13ാം വയസ്സിൽ സിനിമയിലെത്തിയ വിജയശ്രീ ചുരുങ്ങിയ കാലം കൊണ്ട് 70ഓളം സിനിമകൾ ചെയ്തു. സിനിമാ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളാണ് വിജയശ്രീയുടെ ആത്മഹത്യയിലേക്ക് വഴി തെളിയിച്ചതെന്ന് അന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആത്മഹത്യയ്ക്ക് പിന്നിൽ ഉദയ സ്റ്റുഡിയോയ്ക്ക് പങ്കുണ്ടെന്ന ആരോപണം അക്കാലത്ത് വന്നു. 1973 പുറത്തിറങ്ങിയ ഉദയ സ്റ്റുഡിയോയുടെ പൊന്നാപുരം കോട്ട എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ് ഇവരുടെ മരണത്തിന് പിന്നിലെന്നായിരുന്നു ആരോപണം. ചിത്രത്തിൽ ഒരു പാട്ട് സീനിൽ നായിക കുളിക്കുന്ന രംഗം ചിത്രീകരിച്ചിരിക്കുന്നു. ഇതിനിടെ അവിചാരിതമായി അവരുടെ വസ്ത്രം അഴിഞ്ഞു വീഴുകയും വിജയശ്രീ അറിയാതെ അവരുടെ നഗ്നത ചിത്രീകരിക്കുകയും പിന്നീട് ആ വീഡിയോ ക്ലിപ്പുകൾ ഉപയോഗിച്ച് നിരന്തരം അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നുമുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിച്ചു. ചൂഷണങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെയാണ് വിജയശ്രീ ആത്മഹത്യ ചെയ്തത് എന്ന് തന്നെ സിനിമാ ലോകവും ആരാധകരും വിശ്വസിച്ചു. അതേസമയം വിജയശ്രീയുടെ അറിവോടെയും സമ്മതത്തോടെയുമാണ് ഈ രംഗങ്ങൾ ചിത്രീകരിച്ചതെന്ന് പറഞ്ഞ് സിനിമയുടെ ക്യാമറാമാൻ ജി വേണു അടുത്തിടെ രംഗത്ത് വന്നിരുന്നു. സിനിമയിൽ നേരിടേണ്ടി വന്ന ചൂഷണങ്ങൾ തന്നെയാണോ അതോ മറ്റെന്തെങ്കിലുമാണോ വിജയശ്രീയുടെ മരണകാരണമെന്ന് ഇന്നും വ്യക്തമല്ല. വിജയശ്രീയുടേതുപോലെ തന്നെ മലയാളത്തിലെ എന്നല്ല ഇന്ത്യൻ സിനിമയിലെ പല നടിമാരുടെയും അന്ത്യനിമിഷങ്ങൾ ദുരൂഹത നിറഞ്ഞതാണ്. ദിവ്യ ഭാരതി, സിൽക്ക് സ്മിത, മയൂരി, ജിയ ഖാൻ എന്നിവരൊക്കെ ഈ പട്ടികയിലുണ്ട്.